ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോകാം. നമ്മൾ ഡ്രസ്സ് അതല്ലെങ്കിൽ ഷൂ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഷോപ്പിംഗ് കവറുകൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാറാണ് പതിവ്. എന്നാൽ ഇതുപോലൊരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലൊരു യൂസേജ് തന്നെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ദോശ വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ളൊരു കവറാണ്. ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു ബലമുള്ള കവർ തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ കവറിൻ്റെ ഹാഫ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്കിലെ പോർഷൻ ഉണ്ടല്ലോ അത് കട്ടാവാതെ നോക്കണം കേട്ടോ, അടിവശത്ത് വരുന്ന ഭാഗം. അപ്പോൾ ഞാൻ ഓരോന്ന് ഇങ്ങനെ പിടിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേസ്റ്റായിട്ട് പോവും. അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാനിതാ ശ്രദ്ധിച്ച് ഇതേപോലെ ഒരു പീസ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു വശം മാത്രമേ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മറുഭാഗം ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് സൈഡ്, അത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗം കൂടി കട്ട് ചെയ്യാനുണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷന് കട്ടാവാതെ തന്നെ നോക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ പിടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡ് കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞു കവറാണ്. വലിയ കവറൊക്കെ ആണെങ്കിൽ നമുക്കിതിനേക്കാൾ യൂസേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് രണ്ട് പോർഷനും ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു സൈഡ് കുറച്ചായിട്ട് കീറിപ്പോയിട്ടുണ്ട്. ബാക്ക് സൈഡിനൊന്നും പറ്റിയിട്ടില്ല. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷോപ്പിംഗ് കവറിന് സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പീസാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇതിൻ്റെ അടിവശത്ത് ഒന്നും പറ്റിയിട്ടില്ല, പകരം ഈ സൈഡിൽ ചെറുതായിട്ടൊന്ന് കീറി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ലാതെ ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കീറിപ്പോയിട്ടുള്ള ഭാഗത്ത് ഒരു കുഞ്ഞ് ഇൻസുലേഷൻ പീസ് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് പോർഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ബാക്ക് പോർഷൻ കട്ടാവാതെ തന്നെ നോക്കണം. അപ്പോൾ ഞാൻ എന്താ ചെറുതായിട്ട് കീറിയ ഭാഗത്ത് ഒരു വൈറ്റ് ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയുള്ളൊരു ബോക്സ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതും ആ ഒരു ഇതിന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ടോപ്പ് വശത്തായിട്ട് വന്നിട്ടുള്ള ഈ ഒരു വള്ളിയുടെ ഭാഗം ഉണ്ടല്ലോ അതൊന്നും നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തിരിച്ച് ആ ഹോളിനുള്ളിലൂടെ ഈ ഒരു ഭാഗം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഡാമേജ് ആക്കാതെ എടുക്കുന്നതിൻ്റെ കാര്യം രണ്ട് പീസും ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം രണ്ടിലും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ആ ഒരു ടാഗ് ഇട്ട് കൊടുക്കാനാണ്. അപ്പം ഞാനൊരു ടാഗ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തോ ഞാനിത് അതേപോലെ തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ രണ്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഏറ്റവും അടിയിലുള്ള പോർഷനുള്ളിലേക്ക് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പോർഷൻ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റേപ്ലർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ വൃത്തിയായിട്ട് കിട്ടും. സ്റ്റേപ്ലർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനൊരു സൈഡിൽ 3 ഭാഗത്തായിട്ടാണ് സ്റ്റേപ്ലർ ചെയ്യുന്നത്. രണ്ട് സൈഡിലും അതുപോലെ തന്നെ സെൻറ്ററിലും കേട്ടോ. ഇതിൻ്റെ 4 സൈഡിലും ഞാൻ ഇതേപോലെ സ്റ്റേപ്ലർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു കറക്റ്റ് ബോക്സ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇത് നമുക്ക് നല്ലൊരു ഓർഗനൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് അത് കീപ്പ് ചെയ്യാനും പറ്റും. ആ ഒരു ബോക്സിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് കട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഞാനത് അലമാരയിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചധികം ഷാളുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടുപെടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഷാളുകളിൽ. അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്കത് തിരഞ്ഞു പോവാറുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ എല്ലാ ഷാളുകളും അതല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഈ ഒരു ബോക്സിൽ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഐറ്റം നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷാളാണ് എടുത്തിട്ടുള്ള ഓരോ ഷാളും ഞാൻ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഷാൾ മാത്രമല്ല കേട്ടോ, മക്കളുടെ ടീഷർട്ടൊക്കെ ഈ ഒരു രീതിയിൽ റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതിൽ നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അലമാരയിൽ ഡ്രസ്സുകൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാലും ഒന്ന് നമ്മൾ അതിൽ നിന്ന് എടുത്താൽ ബാക്കിയുള്ളതെല്ലാം ഡിസോർഡറായി പോവാറുണ്ട്. എന്നാൽ ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയാണോ വെക്കുന്നത് അതേപോലെ നീറ്റായിട്ട് തന്നെ ആ ഒരു ബോക്സിൽ കിടന്നോളും. അപ്പോൾ ഞാൻ എല്ലാ ഷാളും ഇപ്പോൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്.
റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഷാളും ഞാൻ ഈ ഒരു ബോക്സിൽ നല്ലപോലെ അടുക്കി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്കത് കാണാനും നല്ല ഭംഗിയാണ്, ചുറ്റോടുകൂടി അത് നിൽക്കുകയും ചെയ്യും കേട്ടോ. മാത്രമല്ല നമ്മൾ ഇതിൽ നിന്നൊന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഡിസോർഡർ ആവുകയോ ഒന്നുമില്ല, സ്പ്രെഡ് ആവാതെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് എത്രയേ ഷാളുകൾ ഞാൻ ഇതിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അലമാരയിൽ ഈ ഒരു ബോക്സോട് കൂടി തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടാഗ് ഉണ്ടല്ലോ, അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അലമാരയിൽ ഡ്രസ്സൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മമാർ അത് ഡ്രസ്സ് ഒതുക്കി വെക്കും, മക്കളാണ് അതിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് വെച്ചാൽ വീണ്ടും അത് ഡിസോർഡർ ആവും, വീണ്ടും അത് ഒതുക്കി വെക്കേണ്ട ഒരു പണി വരാറുണ്ട്. എന്നാൽ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ബോക്സിൽ നിന്ന് നമ്മൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും അത് ഡിസോർഡർ ആവുകയില്ല, ഒരുപാട് സമയം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ടാഗും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സോട് കൂടി തന്നെ അലമാരയിൽ ഒരു ഷെൽഫിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള കവറുകളൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു ഓർഗനൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ വിലയേറിയിട്ടുള്ള കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള ഫുൾ കൈ വരുന്ന ഷർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ മോൻ്റെ ഒരു ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഷർട്ടിൻ്റെ കൈ വരുന്ന ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പടി ഉണ്ടല്ലോ, നമ്മൾ ബട്ടൺ ഇടുന്ന ഈ ഒരു ഭാഗം, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇത് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഈ ബാലൻസ് ഉള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കറക്റ്റ് പടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് 2 ഐഡിയാസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബട്ടൺസ് ഉള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നല്ലൊരു ടാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഇസ്തിരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വയറുകളെല്ലാം ഈ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ നീറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അത് ഈ ഒരു ഭാഗം വെച്ചിട്ടൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ അത് വൃത്തിയായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഷർട്ട് ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പിടികൂടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത്. വലിയ ഷർട്ടൊക്കെ ആണെങ്കിൽ ആ പിടികൂടി അതിനുള്ളിലേക്ക് ഒതുക്കാനായിട്ട് പറ്റും. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോകാം. സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ ആ വീടുകളിൽ ധാരാളം പേന, പെൻസിൽ, സ്കെച്ച് പെന്ന് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ അലമാരകളിലോ ഷെൽഫുകളിലൊക്കെ ഡിസോർഡർ ആയിട്ട് കിടക്കാറുണ്ട്. എന്നാൽ എല്ലാം ഇതേപോലെ ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നീറ്റായിട്ട് തന്നെ നമുക്കത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സ്പ്രെഡ് ആവാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിത് അതിനുള്ളിലേക്ക് കുറച്ച് പേനകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്കത് ലൂസായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല, അപ്പോൾ വീണ്ടും അത് ഡിസോർഡർ ആവും. അപ്പോൾ ഞാനിത് പേന വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അത്രയധികം പേനകളില്ലെങ്കിൽ പെൻസിലുകളോ സ്കെച്ച് പേന എന്ത് വെച്ചിട്ടും നമുക്കിത് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മക്കളുള്ളതുകൊണ്ട് തന്നെ പേന ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിത് അലമാരയിലാണ് കീപ്പ് ചെയ്യാറുള്ളത്. ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാബിൻ മുഴുവനായിട്ട് അത് സ്പ്രെഡ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു രീതിയിലാണ് കീപ്പ് ചെയ്യാറുള്ളത്. ഇത് നല്ലപോലെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് സ്പ്രെഡായിട്ട് പോവില്ല കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ലൂസായി പോരുന്ന സമയത്ത് മാത്രമേ അത് ഡിസോർഡർ ആവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പം ഞാനിത് നല്ലപോലെ തന്നെ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പേനകളൊക്കെ ഒരുപാടുള്ള വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണിത്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ ഒരു ടീഷർട്ടാണ് കേട്ടോ. അത് ഇവിടെയൊക്കെ കീറിപ്പോയതുകൊണ്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ്. നല്ല കളറുള്ളൊരു ടീഷർട്ടാണ്, മാത്രമല്ല കോട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കുകയൊക്കെ ആണെങ്കിൽ നല്ല പോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ടീഷർട്ട് ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന പീസ് 2 മാക്സിമം പീസുകളാണ്. ആ 2 പീസും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഉറപ്പുള്ളതും നല്ല കളറുള്ളതൊക്കെ ടീഷർട്ടൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പീസുകൾ മാക്സിമം സൈസ് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പീസാണ് ഞാൻ ഈ ഒരു കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതാ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്ക്വയർ ടൈപ്പ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് കിച്ചണിൽ ആവശ്യമുള്ളതാണ് കിച്ചൺ ടവൽ. അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും വൃത്തികേടാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ മിക്സി, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ. ഇതൊക്കെ സെപ്പറേറ്റ് തുടക്കാനായിട്ട് ഓരോ പീസ് നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് നമുക്കത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും.
എല്ലാം ക്ലീൻ ചെയ്യുന്ന തുണി വെച്ചിട്ടാണ് നമ്മൾ മിക്സി അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടച്ചെടുക്കുന്നത് വെച്ചാൽ ആ ഒരു തുണിയിൽ നിന്നുള്ള അഴുക്കും അതിലേക്ക് പടരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതേപോലെ നമ്മളൊരു സെപ്പറേറ്റ് പീസുകൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അത് നീറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു തുണി ഈ ഒരു മിക്സി തുടച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ്. നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി അഴുക്കാകാതെ മിക്സി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം അവിടെ വരില്ല കേട്ടോ. കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു തുണി ജസ്റ്റ് ഞാനൊന്ന് നനച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡെയിലി നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും അഴുക്കാകാതെ നല്ലപോലെ അത് ക്ലീനായിട്ട് നിൽക്കും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മുടെയൊക്കെ കയ്യിൽ ഇതേപോലെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള കവറുകളുണ്ടാവും. അപ്പോൾ ഞാൻ ഇതേപോലെ ബാലൻസ് വന്നിട്ടുള്ള പുട്ടുപൊടിയുടെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. പ്രത്യേകിച്ച് പൂപ്പിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. അതിനായിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊട്ടിച്ച് വെച്ചിട്ടുള്ള കവറിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം നല്ല പോലെ നമുക്ക് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും ഒരു ഭാഗം നന്നായിട്ട് തന്നെ എനിക്ക് പ്രസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗം നല്ല പോലെ തന്നെ എനിക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് നമ്മൾ കുത്തനെ പിടിച്ചാൽ പോലും ഇതിൽ നിന്ന് ഒട്ടും താഴേക്ക് പോരുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് എയർ കയറിയിട്ടോ അതല്ലെങ്കിൽ പ്രാണികൾ കയറിയിട്ടോ ഒന്നും വൃത്തികേടാവാതെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള കവറുകളാണെങ്കിൽ കൂടിയിട്ട് ഒത്തിരി നാൾ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഈ കാണിച്ചിട്ടുള്ള ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.